നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ എക്കണോമിക്സിലെ 5ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് ഇക്കണോമിക് ക്രൈസിസ് ഓഫ് 1991 എന്നതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ 1991 ഇന്ത്യ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇക്കണോമിക് ക്രൈസിസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നയങ്ങള്, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള LPG പോലെയുള്ള പദ്ധതികൾ, ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് 1991 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള, അപ്പോൾ USSRന്റെ പതനം ഉൾപ്പെടെയുള്ള വലിയ ആഗോളതലത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും രണ്ടാം ലോക യുദ്ധത്തെ തുടർന്നുണ്ടായിട്ടുള്ള ക്ഷീണത്തിൽ നിന്ന് ലോകം ഒന്ന് കരകയറി വരുന്ന സമയത്ത് ഡിസിന്റഗ്രേഷൻ ഓഫ് USSR വീണ്ടും പ്രതിസന്ധികളെ രൂക്ഷമാക്കി വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം. തീർച്ചയായിട്ടും ഇന്ത്യയിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയത്, അത് എന്തൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഇന്ത്യയിൽ സംജാതമായത്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 1991 സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഉയർന്ന പണപ്പെരുപ്പമാണ്. അതായത് ഇൻഫ്ലേഷൻ ഉണ്ടായി, പണപ്പെരുപ്പം ഉണ്ടായതോട് കൂടിയിട്ട് അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചു കളഞ്ഞു. മറ്റൊന്നാണ് ധനകമ്മി ഉണ്ടായി. ഇന്ത്യയിലെ കടുത്ത ധനകമ്മി നേരിട്ട ഒരു കാലഘട്ടമാണ് 1990-91 വർഷങ്ങള്. അപ്പോൾ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നട്ടെല്ല് ഉലയ്ക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇനി കാര്യക്ഷമത ഇല്ലാത്ത സർക്കാർ നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയാണ് മറ്റൊന്ന്. അന്ന് പൂർണ്ണമായിട്ടും ഒരു പൊതുമേഖലയ്ക്ക് മാത്രം പ്രാധാന്യം നൽകിയിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ ഈ മേഖലകളില്, വളർച്ചയുടെ മേഖലകളില്, വികസനത്തിന്റെ മേഖലകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ കാര്യക്ഷമത ഇല്ലായ്മ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചു കളഞ്ഞു. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിൽ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഇതിനെ തുടർന്നുണ്ടായ പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്ന് പറയുന്നത് പണപ്പെരുപ്പം ഉയർന്ന തൊഴിലില്ലായ്മ, തൊഴിൽ രഹിതരായ അനേകം വിഭാഗം യുവാക്കള് തൊഴിലില്ലാത്തവരായി മാറി. ഇനി സാമ്പത്തിക വളർച്ചയിൽ ഒരു ഇടിവ് വന്നു. അതായത് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ച പെട്ടെന്ന് കുത്തനെ താഴേക്ക് ഇടിയുന്ന ഒരു പ്രവണത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. കൂടാതെ രാഷ്ട്രീയപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥയും രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഇനി സാമ്പത്തിക പരിഷ്കരണങ്ങൾ കുറെ നടപ്പിലാക്കുന്നതിന് ഈ പറയുന്ന ഒരു പ്രതിസന്ധി കാരണമായിട്ടുണ്ട്. പുതിയ പുതിയ പദ്ധതികളും പരിഷ്കാരങ്ങളും ഒക്കെ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് ഇത് ഫേവറബിൾ ആയിട്ടുണ്ട് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനി 1991 സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നീ പ്രധാനപ്പെട്ട 3 നയങ്ങളാണ്. ഇത് അന്ന് പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് LPG പദ്ധതി നടപ്പിൽ വരുത്തിയത്. അന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ LPG പദ്ധതികള്, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ലിബറലൈസേഷൻ, LPGയിലെ L ഫോർ ലിബറലൈസേഷൻ നമുക്ക് നോക്കാം. എന്താണ് ലിബറലൈസേഷൻ? സാമ്പത്തിക പ്രവർത്തനങ്ങളില് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഒഴിവാക്കുന്ന ഒരു നയത്തെയാണ് ലിബറലൈസേഷൻ. ഉദാരമാക്കുക, ലിബറൽ ആക്കുക. ആർക്കും കയറി ഇന്ത്യയിലെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വ്യവസായ മേഖലയുടെ വാതിലുകൾ എല്ലാവർക്കും തുറന്നിട്ട് കൊടുക്കുന്ന തുറന്ന ഒരു ഓപ്പൺ ഡോർ പോളിസി ആയിരുന്നു ഇത്. നിയമങ്ങളൊക്കെ വളരെ ലിബറലാക്കി, അതുപോലെ ലൈസൻസുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം. അപ്പൊ ഇത് നിക്ഷേപകരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പല മേഖലകളിലും നിയന്ത്രണങ്ങൾ ഒഴിവാക്കി, ചില മേഖലകളിലൊക്കെ നിയന്ത്രണങ്ങൾ കുറച്ചു. അങ്ങനെയാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയത്. അപ്പൊ ഇത്
പലതരത്തിലുള്ള മത്സരങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലെ കടുത്ത പ്രതിസന്ധികൾക്ക് ഒരു പരിധി വരെയൊക്കെ മാറ്റം കൊണ്ടുവന്ന ഈ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. അതായത് ഉദാരവൽക്കരണത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഒന്നാമത്തേത് വ്യാപാര ഉദാരവൽക്കരണമാണ്. വ്യാപാര രംഗത്ത് ഉദാരവൽക്കരണം ഉണ്ടായി എന്ന് വെച്ചാൽ ഈ താരിഫുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് വ്യാപാരം വളരെ സുഗമമായ രീതിയിൽ ഒരു ഓപ്പൺ ഡോർ വ്യാപാരം നടക്കുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെ വളരെ ലിബറൽ ആക്കി മാറ്റി. ദെൻ സ്വകാര്യവൽക്കരണമാണ്. പല മേഖലകളിലും സ്വകാര്യ വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് പോസിബിൾ ആക്കിയ ഒന്നായിരുന്നു ഈ ഒരു സ്വകാര്യവൽക്കരണം. ഇനി നിയന്ത്രണങ്ങൾ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ട്രേഡ് ലോസ്, അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാര കരാറുകൾ, പുതിയ കരാറുകൾ ഉണ്ടാക്കി, ലിബറൽ ആയിട്ടുള്ള കരാറുകൾ വന്നു. അതിനു മുൻപുള്ള വളരെ ഒട്ടും ലിബറൽ അല്ലാത്ത കരാറുകളൊക്കെ ഇല്ലാതായി. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സ്മൂത്തായ രീതിയിൽ ഉള്ള നിയന്ത്രണങ്ങൾ നീക്കിയ ഒരു പുതിയ സാമ്പത്തിക രംഗമാണ് പിന്നീട് ഉണ്ടാവുന്നത്. ഇനി മറ്റൊന്ന് സാമ്പത്തിക ഉദാരവൽക്കരണമാണ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഫ്രീ ആയിട്ടുള്ള ക്യാപിറ്റലിന്റെ ഒഴുക്ക്, മൂലധനത്തിന്റെ ഫ്രീ ഫ്ലോ ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഇനി വിദേശ നിക്ഷേപം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങുന്നതിനുള്ള നിയമങ്ങള് വല്ലാതെ ഉദാരമാക്കി കളഞ്ഞു. അതോടുകൂടി വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്തു. ദെൻ അടുത്തത് പ്രൈവറ്റൈസേഷൻ ആണ്. ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും വസ്തുവകകളും ഒക്കെ പ്രൈവറ്റ് വ്യക്തികൾക്ക് വിൽക്കുന്ന ഒരു സിസ്റ്റം. അതായത് പ്രൈവറ്റ് ഉടമസ്ഥത കൊണ്ടുവരിക സ്വകാര്യ ഉടമസ്ഥതയിലാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത്. 1991 തന്നെയാണ് ഇതും നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയ പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. മറ്റൊന്ന് വിമാനത്താവളങ്ങള്, അതുപോലെ ഊർജം, ബാങ്കിങ്, ഈ മേഖലകളിലേക്കൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ മൂലധനം, അതുപോലെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതുപോലെ ഇൻഷുറൻസ് മേഖലയും ഇതിൽ ബാങ്കിങ്ങും അതുപോലെ തന്നെ അലൈഡ് മേഖലയായിട്ടുള്ള ഇൻഷുറൻസും ഈ സ്വകാര്യവൽക്കരണത്തിന് പാത്രമായി. ഇനി മറ്റൊന്നാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ലോക സമ്പദ് വ്യവസ്ഥയെ, അതായത് ലോകത്തെ മുഴുവൻ ഒരൊറ്റ കമ്പോളമാക്കി കാണുന്ന, ലോകത്തെ ഒരു ആഗോള ഗ്രാമമായി കാണുന്ന ഒരു സിസ്റ്റമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തെ സാമൂഹിക വ്യവസ്ഥിതികള്, അതുപോലെ സംസ്കാരം, ഇവയൊക്കെ സംയോജിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുകൊണ്ട് തന്നെ ഭക്ഷണ രീതികള്, സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങള്, ഫാഷനുകള്, ഇതെല്ലാം മാറി മറിഞ്ഞ് ആഗോള തലത്തിലുള്ള ഒരു ഒഴുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. ടെക്നോളജിയുടെയും ടെക്നീഷ്യന്മാരുടെയും അതുപോലെ മൂലധനത്തിന്റെയും ഒക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഒഴുക്ക് സാധ്യമായ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മള് മറ്റു റിഫോംസ് ആണ് നോക്കുന്നത്. ഇക്കണോമിക് മേഖലയിൽ ഉണ്ടായിട്ടുള്ള മറ്റു റിഫോംസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. ഒരു മാക്രോ ഇക്കണോമിക് പരിഷ്കാരങ്ങൾ നടന്ന ഒരു വർഷം തന്നെയാണ് 1991 എന്ന് പറയുന്നത്. അത് സാമ്പത്തിക പരിഷ്കാരങ്ങളില് നികുതി വരുമാനം, സബ്സിഡി കുറയ്ക്കല്, പൊതുചെലവുകൾ നിയന്ത്രിക്കുക തുടങ്ങിയ വളരെ വൈഡായിട്ടുള്ള പരിപാടികൾ ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വരുത്തി. ഇനി സാമ്പത്തിക മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ ബാങ്കിങ് സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കുകയും ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി അടിസ്ഥാന സൗകര്യ വികസനം, അതായത് രാജ്യത്തെ റോഡുകള്, പാലങ്ങള്, ഖനികള്, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങള് വികസനം നടന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല പദ്ധതികളും ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വരുത്തുക കൂടി ചെയ്തു. NHAI, അതായത് റോഡ് ശൃംഖല, ആരോഗ്യ മേഖലയിലുള്ള വളർച്ച. ഇനി NRRD, അതായത് റോഡ് മേഖലയിലുള്ള വളർച്ച. അതുപോലെ PPP പദ്ധതികള്, സ്വകാര്യ സംരംഭങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് PPP പദ്ധതി. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിൽ വരുത്തിയത് ഈ ഒരു സമയത്താണ്. ഇനി നമ്മൾ നോക്കുന്നത് 1991
സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഈ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും അതുപോലെ സ്വകാര്യവൽക്കരണവും ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അതുവരെ ഉണ്ടായിരുന്ന വളർച്ചാ തോത് വല്ലാതെ ഉയർത്തി, വളർച്ചയുടെ നിരക്ക്, അതിന്റെ തോത് ത്വരിതപ്പെടുത്തിയ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്, അല്ലെങ്കിൽ 1991 പരിഷ്കരണത്തിന്റെ ഒരു റിസൾട്ട് തന്നെയായിരുന്നു അത്. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു സാമ്പത്തിക വികസനമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.